ഹലോ, അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഇന്നലത്തെ വീഡിയോയുടെ ബാക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഇന്നലെ അവിയലും മാങ്ങാച്ചാറും എല്ലാം റെഡിയാക്കി കഴിഞ്ഞ് എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞ് ഞാൻ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും എൻ്റെ ചേട്ടൻ എനിക്ക് 8 പണിയായിട്ട് വന്നു. ചെമ്മീനും മീനും കൊണ്ടുവന്നു. അപ്പോൾ പിന്നെ അപ്പം തന്നെ അത് കറി വയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ മീനെടുത്ത് ഞാൻ ഫ്രിഡ്ജിലേക്കും വെച്ചു. ചെമ്മീൻ ഞാൻ നന്നാക്കി എടുത്തു. നല്ല വലിയ ചെമ്മീനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നന്നാക്കി എടുക്കാൻ പറ്റി. എന്നിട്ട് ആ ചെമ്മീൻ കുറച്ച് ഞാൻ വറുക്കാനും മാറ്റി വെച്ചു, കുറച്ചെടുത്ത് കറി വയ്ക്കാനും എടുത്തു വെച്ചു. അപ്പോൾ വറുക്കാൻ വെച്ചതിൽ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം ചേർത്ത് വറുക്കാൻ വയ്ക്കുകയാണ്. അപ്പുറത്ത് ഞാൻ ചാറ് കറിക്കായിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് അപ്പുറത്ത് ഞാൻ അടുപ്പിൽ ചെമ്മീൻ വെച്ചിട്ടുണ്ട്. ചെമ്മീൻ അവിടെ ഇരുന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ചാറ് കറിക്കുള്ള തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം. 1-ാം പാലും 2-ാം പാലും പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് 2-ാം പാൽ അതിനകത്തേക്ക് ചേർത്ത് ഒന്ന് കുറുകി വരുമ്പോൾ 1-ാം പാൽ ചേർക്കണം. അപ്പോൾ ഇതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് സവാള ഇതിനകത്തേക്ക് വഴറ്റി ചേർക്കുന്നുണ്ട് ചാറ് കറിയിലേക്ക്. അപ്പോൾ അതിനകത്തേക്ക് അങ്ങനെ സവാള വഴറ്റി ചേർത്തിട്ടാണ് 2-ാം പാൽ ഒഴിക്കണത്. ഇപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്ത് വെച്ചതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് സവാളയും പച്ചമുളകൊക്കെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ചെമ്മീൻ വറുത്ത് വെച്ചേക്കണത് മാറ്റി വെച്ചേക്കാണ്. അത് പിള്ളേർ വന്നുകൊണ്ട് എടുത്തുകൊണ്ട് പോവുകയാണ്. അത് ഞാൻ പെട്ടെന്ന് കറി റെഡിയാക്കിയില്ലെങ്കിൽ പിള്ളേരത് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഞാൻ സവാള വഴറ്റാണ്. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ചേർത്ത് വഴറ്റാണ്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ചേർക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇതൊന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് അതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. അത് ഒഴിച്ച് അങ്ങോട്ട് ഇളക്കി ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഉള്ളി വറുത്ത് ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി വറുത്തിട്ടിട്ടുണ്ട്. ഇത് ചെമ്മീൻ കറി റെഡിയായി. ഇതിപ്പോൾ നമുക്ക് ചോറെടുക്കാം. അവിയലും ചെമ്മീൻ റോസ്റ്റും ചെമ്മീൻ കറിയും ഇന്നലത്തെ ഉച്ചയൂണ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യുക.